വനിതാ സംരംഭകയുടെ തുണിക്കട പൂട്ടിക്കുമെന്ന ഭീഷണിയുമായി CPM നേതാക്കൾ. പത്തനംതിട്ട കോന്നിയിലാണ് പഴയ കട നടത്തിപ്പുകാർക്കൊപ്പം എത്തി CPM നേതാക്കൾ ഭീഷണിയുമായി എത്തിയത്. ദൃശ്യങ്ങൾ സഹിതം CPM നേതാക്കൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും പരാതിക്കാരി പറയുന്നു. മുൻ വിദേശ സ്ഥലത്ത് കട നടത്തിയിരുന്നവർക്ക് വേണ്ടിയാണ് CPM പ്രവർത്തകർ ഭീഷണിയുമായി എത്തിയത്. കോന്നി KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന തുണിക്കടയിൽ ഓഗസ്റ്റ് 14 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. കട പൂട്ടിക്കുമെന്ന CPM പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നെന്നാണ് പരാതി. രാവിലെ ഷോപ്പ് 9 ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ ചെയ്തു. ഒരു 10-11 ആക്കിയപ്പോഴത്തേക്ക് ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ ആൾക്കാർ വന്നു. ആൾ വന്ന് ഇവിടെ നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന പാർട്ട്ണർമാരാന്ന് പറഞ്ഞാൽ വന്നത്. അതിൽ ഒരാളെ നമുക്കറിയാം, മുഹമ്മദ് അഷ്റഫ് എന്ന് പറഞ്ഞ ആളെ എനിക്കറിയത്തുള്ളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് വന്ന് പറഞ്ഞു, ഒരു 15 മിനിറ്റ് സമയം തരാം, അതിനകത്തിൽ ഷട്ടർ കട പൂട്ടി താക്കോൽ എല്ലാവരും ഇറങ്ങി കട പൂട്ടി താക്കോൽ തരണമെന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി പാർട്ടിയിൽ നിന്ന് വന്നാന്ന് പറഞ്ഞാണ് CPMന്റെ പാർട്ടിക്കാരാണ് വന്ന് ബഹളം വെക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ CPM ലോക്കൽ ആൾക്കാരും ഉണ്ടായിരുന്നു. ഒരു രാജേഷ് എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. CPM കോന്നി ഏരിയ കമ്മിറ്റി അംഗം, ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇതേ കട മുൻപ് നടത്തിയിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശികളായ 2 പേർക്കൊപ്പം കടയിലെത്തി ഭീഷണി മുഴക്കിയത്. മുൻപ് കട നടത്തിയിരുന്നവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് തർക്കം. തനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ കട അടപ്പിക്കുമെന്നാണ് CPMന്റെ നിരന്തര ഭീഷണി. ഇക്കാര്യങ്ങൾ വിശദമാക്കി പത്തനംതിട്ട SP ക്ക് പരാതി നൽകിയിട്ടും നീതി കിട്ടുന്നില്ലെന്നും സംരംഭക പറയുന്നു. ജനം, പത്തനംതിട്ട.